ഹലോ ഗൈസ്, അപ്പോൾ ദാ ഇന്ന് വൈകുന്നേരം ഒരു 3-3:30 ആയിട്ടുണ്ട്. ഞാൻ ലല്ലുവിനെ വിളിക്കാനായിട്ട് താഴോട്ട് പോകണം, സ്കൂൾ വിട്ട് വരാൻ ടൈമായി. അപ്പോൾ ദാ താഴെ ചെന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ പടച്ചോനെ ഞാൻ ഞെട്ടിപ്പോയി. ഒറ്റ മനുഷ്യനില്ല. എന്തെന്ന് വെച്ചാൽ ആരെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഒരു മനുഷ്യനും ഇല്ലാത്തൊരു ഏരിയ പോലെ ഉണ്ട് ഈ ഒരു ഭാഗം കണ്ടിട്ട്. പിന്നെ ഞാൻ ചിന്തിച്ചത്, അയ്യോ ഉച്ചയുറക്കം ആയിരിക്കും എല്ലാവരും, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണത്തോടെ കിടന്നുറങ്ങുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമാണ് ഈ ടൈം, അതായത് 3:30 സമയം. അപ്പം ഞാൻ എന്താണെങ്കിലും വന്നതല്ലേ, അവനെ വിളിക്കാണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ തൊട്ട് താഴെ ഒരു നേപ്പാളുകാർ താമസിക്കുന്നുണ്ട്. അവിടുത്തെ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞാൻ അവിടെ നിന്നോട് ഇങ്ങനെ വർത്താനം പറയാം, അവന് ഭാഷയൊന്നും അറിയില്ല എങ്കിലും ചുമ്മാ തട്ടിക്കുട്ടി എന്തായതാന്നൊക്കെ ചോദിക്കും, ഭയങ്കര ടാറ്റ കാണിക്കലൊക്കെ. അപ്പോൾ അവനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതാ അവൻ്റെ ബസ് വരുന്നുണ്ട്, സ്കൂൾ ബസ്. അപ്പോൾ അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് പിന്നെ അടുത്തെത്തുമ്പോഴത്തേക്കും കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അടുത്ത് തന്നെ പോയി ഞാൻ നിൽക്കും, പക്ഷേ അതെനിക്ക് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ അതാ വന്നപ്പോൾ തന്നെ ഒരു റബ്ബർ എടുത്ത് കൈ തന്നിട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇത് എന്താടാ ഈ റബ്ബർ, ഇത് ഏത് റബ്ബറാണ്, നിൻ്റെ അല്ലല്ലോ എന്ന് വെച്ച് പറയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയാണ്, ഞാൻ അവൻ്റെ എടുത്തിട്ട് എൻ്റെ റബ്ബർ ഞാൻ അവന് കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ പിള്ളേരല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് നടന്നു വരികയാണ്. ആൾ നല്ല ടയേർഡാണ്. വെനസ്ഡേ ഇന്ന് അവർക്ക് PT അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി കളിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നേരെ നമുക്കൊരു സംഭവം കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് വിഷയമൊക്കെ മാറ്റി ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ആൾ ഓടി. ഫസ്റ്റ് വരുന്നതേ മിഠായി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. പിള്ളേർക്കെല്ലാം മിഠായി മതിയല്ലോ. അപ്പോൾ ഞാൻ നടന്നു വന്നപ്പോൾ അവൻ്റെ ഡൈനോസർ മതിലേ ഇരിക്കുന്ന കണ്ടു. ചോദിച്ചു, ഇത് ആര് വെച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ അപ്പ വെച്ചതാന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, വേഗം കയറി. അന്നേരം തന്നെ പിന്നെ പെട്ടെന്ന് ചെരുപ്പൊന്ന് ഊരാണ്ട് അകത്ത് കയറി അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.